അവകാശമില്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. സിലു ടോക്സിലെ സിലുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അയാളുടെ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോ അല്ല ഇത്. സിലുവും ഈ പറയുന്ന ഗഫൂറും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അയാൾ ആ വീട്ടിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കുറേ ചെറ്റത്തരങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് പറയാം. അതായത് ആ വീട്ടിലുള്ള കസേരകൾ ചവിട്ടി പൊട്ടിക്കാൻ നോക്കുന്നു. അപ്പോൾ അതായത് വളരെ കൊച്ചു കുട്ടികളൊക്കെ അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ പറയുന്ന ഗഫൂർ എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം ടോക്സിക് ആയിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സിലുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് പോലെ എനിക്ക് ബേസിക്കലി തോന്നി. എനിക്ക് മാത്രമല്ല, കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ തന്നെ തോന്നും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെളിവും ഒരു കാര്യവും ഇല്ലാതെ വെറുതെ വന്ന് അവിടെയും ഇവിടെയും തൊട്ടിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർക്കായാലും അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ. അപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് വന്നിരുന്ന് പറയണം, എങ്കിലേ ജനങ്ങൾക്ക് ഈ ഒരു വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടില്ലേ, ഇയാൾ കസേര ചവിട്ടി പൊട്ടിക്കാൻ നോക്കുന്നു. അങ്ങനെ കുറേ കോപ്രായങ്ങളാണ് ഇയാൾ കിടന്ന് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരുടെയൊക്കെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഓടി രക്ഷപ്പെടുന്നതാണ്. ഞാൻ ഈ പറയുന്ന പെൺകുട്ടികളെല്ലാവരും കേൾക്കാനാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ സഹിച്ചും എടുത്തും ഒന്നും ഒരിടത്തും പോയി ജീവിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ വല്ലതും ആണെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുക. പോരാത്തിന് 4-5 പിള്ളേരുണ്ട്. ഇവനൊന്നും യാതൊരു ബോധവുമില്ലെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നേ ഉള്ളൂ. ആ കുട്ടികളൊക്കെ സൈഡിലുണ്ട്. ഞാൻ വീഡിയോക്കകത്ത് ഇതെല്ലാം മാക്സിമം ബ്ലർ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. പിള്ളേരുടെ പ്രൈവസി കാരണമാണ് ഇതൊക്കെ ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ പുറത്തു വിട്ട് നമ്മുടെ ഷഫീന ബീവിയുടെ ചാനലിനകത്താണ്. പുള്ളിക്കാരത്തിയായിരുന്നു ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് വെളിയിൽ വിടുന്നത്. എന്തായാലും ഇത് വളരെ നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം കുറേ കൂടി ആൾക്കാർക്ക് കൺവിൻസ്ഡ് ആവും. കാര്യം സിലുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു കാര്യത്തിനകത്തോട്ട് ഞാൻ ഒരിക്കലും എഗെയിൻസ്റ്റ് നിൽക്കുന്നില്ല. കാര്യം ഇയാളുടെയൊക്കെ തനി സ്വഭാവങ്ങൾ ജനങ്ങൾ കാണണം. കാര്യം യവനെ പോലെയുള്ള ഒരുത്തന്മാരും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഇനി ഒരിക്കലും ചെയ്യരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേരെ ചെയ്യരുത്. ഈ കഴിഞ്ഞ ദിവസം ഇവൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? അതായത് ഊഞ്ഞാല് കച്ചവടമായിട്ട് വന്നിരിക്കുവാണ്. അതായത് നൈസായിട്ട് അതിൽ നിന്ന് ഒരു ചാനൽ ഉണ്ടാക്കിയെടുക്കുവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കാണാൻ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് വെച്ച് നല്ല രീതിയിൽ മുതലെടുക്കാം, ഇവന് നല്ല രീതിയിൽ കാശുണ്ടാക്കുകയും ചെയ്യാം. ഈ പറയുന്ന ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന സിലുവിൻ്റെ വീട്ടുകാരും സിലുവൊക്കെ ആയിരുന്നെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇവരെ എന്തായാലും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഇവരെ കുറച്ച് ഇൻ്റർവ്യൂസിനകത്തും കാര്യങ്ങളിനകത്തും നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഗഫൂർ ഇട്ട വീഡിയോ നമുക്കൊന്ന് കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ ചാനലായ ജി ടോക്സ് ഗഫൂർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിയൊരു കാര്യമുണ്ട്. ഇവരുടെ ഫാമിലി ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം. ഇയാൾ ഒരുമാതിരി പമ്മി നിൽക്കുവാണ്. ഇയാൾ വലുതായിട്ട് പിടി കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭയങ്കര സ്മാർട്ടായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നു, പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. ആ ഒരു വ്യക്തി തന്നെയാണോ ഇതെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് ഭൂരിഭാഗം അതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫർ പറഞ്ഞാൽ ഈ ഓഫർ ഇനി ഒരിക്കലും കിട്ടില്ല, എവിടെയും കിട്ടില്ല, അങ്ങനത്തെ ഒരു ഓഫറാണ്. അപ്പോൾ അതിൻ്റെ കാരണവും അതിൻ്റെ വിശദാംശങ്ങൾക്കും നമുക്ക് കിടക്കാം. അപ്പോൾ ഓഫർ ഊനാലയാണ്. ഊനാല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത് 4500 രൂപയ്ക്കാണ് കൊടുത്തത്. പിന്നെ ചെറിയ മാർജിൻ ആക്കിയിട്ട് 3500 രൂപ പിന്നീട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വന്ന വിലയിലും കുറച്ചുകൊണ്ട് 2499 രൂപയ്ക്ക്, അതായത് 2499 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഊനാലിലൂടെ നമുക്കൊരു കുഷൻ ഉണ്ടാവും, പോലത്തെ 2 ഊക്ക് ഉണ്ടാവും. ഇതൊക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇയാളുടെ ഒരു ഐഡിയ ആണ്. കാര്യം ചാടിക്കേറി വന്നിട്ട്, അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സിലുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇയാൾക്കറിയാം ഇയാൾക്ക് തന്നെ അത് നെഗറ്റീവ് വരത്തേ ഉള്ളെന്ന്. അപ്പം പിന്നെ ഇയാൾ എന്തോ ചെയ്തത്, ആദ്യമേ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നു, നൈസായിട്ട് ഇനി പതുക്കെ ഇയാൾ നേരെ പ്ലേറ്റ് അങ്ങ് മാറ്റും. ഇതായിരിക്കും ഇയാളുടെ പരിപാടി. കാര്യം നൈസിന് ഒരു ചാനലും തട്ടിക്കൂട്ടാം. ഒറ്റ വീഡിയോ തന്നെ കണ്ട് 20,000 പുറത്തങ്ങോട്ട് സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും മാനസിക രോഗികൾ കിടപ്പുണ്ടോയെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് അതിലും വലിയ അതിശയം. ഇവിടെ നിങ്ങളുടെയൊക്കെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഇതിനൊക്കെ ഇത്രയും അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളൊക്കെ ഇങ്ങനെ പുറകെ നടക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ. പുറത്തിന് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ആ ഒരു പെൺകുട്ടിക്ക് നേരെ കാണിച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ കണ്ടല്ലോ, ആ CCTV ഫൂട്ടേജ്. ഇവൻ ഇത്രയൊക്കെ തെമ്മാടിത്തരങ്ങൾ ചെയ്തിട്ടുള്ള ഒരുത്തനാണെങ്കിൽ ഒരു മനുഷ്യരും ദൈവത്തെ ഓർത്ത് പോയി ഇവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്, ഇവൻ്റെ വീഡിയോസും പോയിരുന്ന് കാണരുത്. നിങ്ങൾ പിന്നെയും ചെന്നിരുന്ന് കാണുകയും സബ്സ്ക്രൈബും ചെയ്യുമ്പോഴത്തേക്ക് ഇവന് കാശ് കിട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. കാര്യം ഈ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടത്രയും കാശും ബിസിനസ്സും എല്ലാം ചെയ്തു കൊടുത്തത് ഈ പറയുന്ന സിലുവായിരുന്നു. അവസാനം ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും പോയി ഇവൻ്റെ ചാനലും കൂടെ വളർത്തി കൊടുക്കലെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്.
അതുപോലെ 2 ഹൂക്ക് ഉണ്ടാവും. പിന്നെ അതിനോട് 2 അടിയിൽ അടുത്തൊരു ചെയിൻ ഉണ്ടാവും. പിന്നെ സ്പ്രിങ്, അതിനുള്ള സ്പ്രിങ് ഉണ്ടാവും. ഈ സ്പ്രിങ് ഉണ്ടാവും. ഇതെല്ലാം പാടെ ചേർന്നിട്ടാണ് നമ്മൾ 2499 രൂപ കൊടുക്കുന്നത്. ഇതിപ്പോൾ കൊടുക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് ഈ വീട് നമ്മളിപ്പോൾ സെയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ 2-3 പാർട്ടികൾ നോക്കി പിന്നെ നോക്കാവുന്ന ആൾക്കാർക്കുള്ള സൗകര്യം വിലയിരുത്തിയിട്ടാണ് നമ്മൾ. അപ്പോൾ ഇതെല്ലാം വിറ്റ് പറക്കുവാണ്. ഇപ്പോൾ സിലുവിൻ്റെ കാശിലാണ് ഇതൊക്കെ വാങ്ങിച്ചതെങ്കിൽ ഇതെല്ലാം ആ ഒരു പെൺകുട്ടിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് യൂട്യൂബിൽ കൂടെ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ നോക്കുന്നു. എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോഴത്തേക്ക് സങ്കടമുണ്ട്. ഞാൻ സിലുവിനെ വിമർശിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനോ ഇത് വെച്ച് നമ്മളിങ്ങനെ ഓരോരോ വീഡിയോസ് ചെയ്തിട്ടോ ഒരു പ്രയോജനമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറയുക, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പരസ്പരം മിണ്ടാതിരിക്കുക. അതായത് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഈ ഒരു വിഷയം കൊണ്ടുവരത്തില്ല എന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കുക എന്നായിരുന്നു ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടത്. ഈ പേരിലാണ് ഞാൻ സിലുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തത്. പക്ഷേ ഇപ്പം ഈ പറയുന്ന CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് സിലു എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാര്യം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ പേരിൽ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കാം, ഗാർഹിക പീഡനത്തിന്. കാര്യം ഒരു സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. സോ ഇവൻ്റെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക, അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഇത് ഈ റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 10 കളറിനടുത്ത് കളറുകളുണ്ട്. അപ്പോൾ ഏത് കളറാണ് വേണമെങ്കിൽ നോക്കാം. പ്രത്യേകിച്ച് നമുക്ക് പോകുന്ന കളർ ഈ ബ്ലാക്കും റെഡാണ് കൂടുതൽ പോകാൻ. ബ്ലാക്കിൽ നമ്മൾ കൈ വെച്ചാലും ചളിയായാലും അറിയില്ല. അപ്പോൾ അത് എപ്പോഴും അതേ ഫിനിഷിങ്ങിൽ ഉണ്ടാവും. അതുകൊണ്ട് ബ്ലാക്കും റെഡാണ് ഏറ്റവും പോകുന്ന കളർ ഇതാണ്. അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിരിക്കുന്നത്. വേറെ 10 കളറുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ട കളറുകൾ ഏതാ വേണ്ടി നോക്കിക്കോളൂ. ഞാൻ കളർ കാണിച്ചു തരാം, എന്നിട്ട് വാട്സപ്പ് അയച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തൂക്കിയിട്ടതിനാണ് നമുക്ക് 2499 രൂപ വരിക. ഇതിൽ നമുക്ക് ചെയിൻ ഉണ്ടാവും, 2ന്റെ അടുത്തുള്ള ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതും പാർസൽ അയക്കാൻ പറ്റുകയാണെങ്കിൽ അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട്. ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഞാനൊന്നല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശമില്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാമെന്നുണ്ട്. കുറച്ച് ചാരിറ്റിയൊക്കെ പോകണ ഉള്ളവരെ കുറച്ച് ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കടക്കാർ കാലിയാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ഫ്രീ ആയിട്ട് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ എൻ്റെ അല്ല, അതിൻ്റെ ഓപ്പറേറ്റിംഗ് അവകാശം വേറൊരു ആൾക്കായിരുന്നു എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നു. ഇവരെന്ത് യോഗ്യത ഉണ്ടോ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ? ആ ചാനലിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് ആരെയാണെന്ന് ആ ചാനൽ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? വന്നിരുന്ന് പറയുന്നുണ്ടല്ലേ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ ചാനൽ ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുതിയ ചാനലായിട്ട് വരുവാണ്, നൈസായിട്ട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. പക്ക ഉടായ്പാണ്. പ്ലീസ് നിങ്ങളുടെ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുവാണ്, ഇങ്ങനെയുള്ള ടീമുകളൊന്നും പോയി സപ്പോർട്ട് ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് കൊണ്ടുവന്ന് കുറേ വ്യൂവർഷിപ്പും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കിക്കൊണ്ട് പൊക്കിക്കൊണ്ട് വരരുത്. പ്രത്യേകിച്ച് ആ ഒരു കുട്ടികളും ആ ഒരു പെൺകുട്ടിയും ഇയാളിൽ നിന്ന് ഒരുപാട് മാനസിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമാണ്, ആ CCTV ഫുട്ടേജിനകത്ത് വളരെ വ്യക്തമാണ്. സോ ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ കഴിവതും ഇഗ്നോർ ചെയ്ത് വിടുക, അതാണ് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇയാൾ മിണ്ടാതെ പമ്മി മാറി നിന്നൊരു വ്യക്തി ഭയങ്കര സ്മാർട്ടായിട്ട് വന്നിരുന്ന് സംസാരിക്കുകയാണ്. വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, ആ ചാനൽ ഓപ്പറേറ്റിംഗ് അവകാശം എനിക്കല്ലായിരുന്നു. എന്തെന്നൊക്കെയാണ് വന്നിരുന്ന് പറയുന്നത്. ഇതറിയാൻ സാധിച്ചത് വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇയാൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ പറ്റിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും വന്ന് പറയുന്നില്ല. എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ സിലുവായിട്ട് തന്നെ കൊടുക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഞാനിവിടെ വേറെ ഒരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഇവരുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് സിലു പറയുന്നൊരു ഡയലോഗുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ചില ഹസ്ബൻഡ്സ്, പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫോട്ടോ ഇടാൻ പാടില്ല, ഇതാണ് അങ്ങനെ. പക്ഷെ പുള്ളിക്കാരനെ നോ പറഞ്ഞിട്ടില്ല എന്നാണ് താങ്കളുടെ വിശ്വാസം. ആള് പറഞ്ഞാലും ഇല്ലെങ്കിലും അല്ലല്ല, ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്നവരാ. അത് വലിയ തെറ്റാണെന്നോ നല്ലതാണെന്നോ ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ മോട്ടിവേഷൻ ആണ് നമ്മൾ തുടങ്ങിയത്.
അല്ല അതിനു മുമ്പ് ഈവൻ ഇതൊന്നും സോഷ്യൽ മീഡിയ ആൾക്ക് ഇതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പൊ നമുക്ക് ഈവൻ പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലും അപ്പോ ഓപ്പോസിറ്റുള്ള ആൾക്കാർ നോക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ഒരു ടൈപ്പാണ്. പാർസലാണ് കൂടുതലും വാങ്ങിയിട്ട് വരുന്നത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോ ആൾക്കാർ നോക്കുമെന്ന് പേടിച്ച് പാഴ്സൽ മേടിച്ച് വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട്. അല്ല അതൊക്കെ ആളൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഭാര്യക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടല്ലോ, ആൾക്കാരൊന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ആ ഒരു അങ്ങനെയാണ് പുറത്തുപോയി ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ? അത് പൊതുവെ എന്താ പറയാ, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അവനവന്റെ ഭാര്യനെ അധികം ആരും നോക്കാൻ പാടില്ല, അങ്ങനെ തന്നെയല്ലേ സ്വാഭാവികം. കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതന്നെയാണ്, അതൊന്നും എനിക്കൊരു വിഷയം. ഈ ഒരു വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോ തോന്നിയേ? ഇതുപോലെ ഒരു സൈക്കോയെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യയെ വേറൊരാൾ നോക്കുമെന്ന് വെച്ചിട്ട് പുറത്തു പോലും കൊണ്ടുപോകുന്നില്ല, അതിന് പകരം പാഴ്സൽ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്ന്. കഷ്ടം തോന്നുന്നു സത്യം പറഞ്ഞ ഇവനോടൊക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നത് ഇഷ്ടമല്ല, ഫോട്ടോസ് ഇടുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ അതായത് കെട്ടിപ്പൂട്ടി കൂട്ടിനകത്തുള്ളൊരു ജീവിതം. അതായത് ഈ കല്യാണത്തിന് മുന്നേ ഉള്ള ലൈഫിനെ പറ്റിയൊക്കെ സിലു ഈ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. അതായിരുന്നു ഏറ്റവും നല്ലൊരു ലൈഫ്. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്നു എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടേ. അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം മേ ബി ആ വീഡിയോയ്ക്കകത്തെല്ലാം വന്നിരുന്ന് കാണിക്കുന്നത്. എൻ്റെ പൊന്ന് ഗഫൂർ എന്നെയൊക്കെ സമ്മതിച്ചു തന്നെ. ഇതിപ്പം സിലു അല്ല, ഈ ലോകത്ത് ഒരു സ്ത്രീകളും ഇതിൻ്റെ ഒന്നും കൂടെ ഒന്നും ജീവിക്കത്തില്ല. ഇങ്ങനെയുള്ള സ്വഭാവം വെച്ചിട്ട് നീയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ പുറത്തോട്ട് പോലും കൊണ്ടുപോകത്തില്ല. അതായത് നാട്ടുകാർ നോക്കുമെന്ന് പേടിച്ചിട്ട് പുറത്തോട്ട് പോലും കൊണ്ടുപോകാതെ പാഴ്സൽ മേടിച്ചുകൊണ്ട് കൊടുക്കുമെന്ന്. ഇവനെയൊക്കെ എന്തുകൂടെ നമ്മൾ പറയേണ്ടത്? എന്തായാലും ഇത്രയൊക്കെ ഉള്ള സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.